എൻ്റെ ഗാർഡനിലെ കുറേ പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. കാണിച്ചു തരാം കേട്ടോ. ഇതിന് ഞങ്ങൾ വത്സ ചെടി എന്നാണ് പറയുന്നത്, പക്ഷേ മറ്റു പേരുണ്ടോ എനിക്കറിയില്ല. വത്സ ചെടി. ഇത് ക്രോട്ടനാണ്. ഇത് എൻ്റെ ആന്തൂര്യങ്ങളാണ് കേട്ടോ. ആന്തൂര്യം പൂവിട്ട് നിൽക്കുന്നതുകൊണ്ട് പൂവിടാത്തതുമുണ്ട്. ഇത് എൻ്റെ റബ്ബർ പ്ലാന്റാണ്. ഇത് കലാത്തിയ. വേറൊരു ടൈപ്പ് കലാത്തിയുണ്ട് കേട്ടോ. ഇത് കലാത്തിയ. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പാണ്. ചില ചെടികളൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളുണ്ട്. ബിഗോണിയ. ഈ ബിഗോണിയ നമുക്ക് ഇല തന്നെ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ബിഗോണിയാണ്. ഇത് മറ്റൊരു തരം ബിഗോണിയ. ഇത് വേറൊരു ടൈപ്പ് റെഡ് കളർ ലീഫുള്ള ബിഗോണിയാണ്. ഇത് നല്ല ഒരു ലീഫി പ്ലാന്റാണ്. ഇത് സ്പൈഡർ പ്ലാന്റ്, ആകാശമുല്ല. ഇത് റബ്ബർ പ്ലാന്റ് വേറൊരു ടൈപ്പാണ്. ഈ കോളീസ്. ഇത് ബാമ്പു പ്ലാന്റാണ്. ആരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ബാമ്പുവാണ്. നല്ല ഭംഗിയുള്ള അതിൻ്റെ ലീവ്സും ഉണ്ടാവും. ഒരു പ്രത്യേക തരം ഭംഗിയാണ് അതിൻ്റെ ലീഫിന്. വൈറ്റ് കളറും കുറച്ച് ഗ്രീനും കൂടെ മിക്സായി വരണം. ആ ഇലകൾക്ക് തന്നെ ഭയങ്കര ഭംഗിയാണ്. മൊത്തത്തിൽ നോക്കിയതാ നല്ല രസമാണ്. നല്ല ഭംഗിയുള്ള ഒരു ബാമ്പുവാണിത്. ഇത് റോയോ പ്ലാന്റാണ്. പ്ലാന്റിന് ഇത് ട്രൈ കളർ റോയോ പ്ലാന്റാണിത്. ഇവിടെ വേറൊരാളിപ്പോൾ ഉണ്ട്, കണ്ടോ? എലിഫൻ്റ് ഇയർ നല്ല ഭംഗിയുള്ള ഇലകളുമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ കണ്ടോ ചെടി നല്ല ഭംഗിയല്ലേ? അഗ്ലോണിയ. ഇത് ഭംഗിയല്ലേ? റെഡ് കളർ. സൈഡിലൊക്കെ നല്ല റെഡ് കളറിലുള്ള നിറച്ച് ഡിസൈനുള്ള നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിയ. സ്പൈഡർ പ്ലാന്റ്. ഇതിനെ സ്റ്റാർ ഗ്ലോറി പ്ലാന്റ് എന്ന്, സൈപ്രസ് വൈൻ എന്നൊക്കെ പറയും. സ്റ്റാർ ഗ്ലോറി അല്ലെങ്കിൽ സൈപ്രസ് വൈൻ. ഇതിൻ്റെ ഫ്ലവർ വന്നില്ല കേട്ടോ. ഫ്ലവർ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നല്ല രസമുള്ള സ്റ്റാർ പോലത്തെ ഷേപ്പിലാണ് അതിൻ്റെ ഫ്ലവേഴ്സ്. റെഡ് ഫ്ലവറാണ്. നല്ല ചുമന്ന ഫ്ലവർ. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് മറ്റൊരു ആന്തൂര്യം. ഇത് അധികം പൊങ്ങി വളരുന്ന ടൈപ്പല്ല. ഇത് നല്ല ഭംഗിയുള്ള പൂക്കളുമാണ്. എന്താണെന്നറിയാമല്ലോ? സ്നേക്ക് പ്ലാന്റ്. നല്ല വായു നല്ല ശുദ്ധീകരിച്ച് തരുന്ന സാധനമാണ് സ്നേക്ക് പ്ലാന്റ്. നല്ല എയർ പ്യൂരിഫയിങ് പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. ഇതൊരു ഓർക്കിഡാണ്. ഇത് ടാങ്കിൾഡ് ഹാർട്ട്. അത് കുറച്ച് നീളമായി പോയി. പിന്നെ റീപ്ലാന്റ് ചെയ്യേണ്ട സമയമായി. കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നിർത്തിയിരിക്കുക. പിന്നെ എൻ്റെ ഗാർഡനിലൊരു ഒരു  ഗുവ  ട്രീ ഉണ്ട്. ആ ഗുവ മരത്തിൽ 2 ഗുവ  മരത്തിൽ 2 ഗുവ 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 2 ഗുവ
ഞാൻ കുറച്ച് ഓർക്കിഡുകൾ തൂക്കി നിർത്തിയിട്ടുണ്ട്. ഡെൻഡ്രോബിയം ഓർക്കിഡുകളാണ്. പൂക്കളൊക്കെ വന്ന് തീർന്നു പോയി. ഇത് ഫെലനോപ്സിസ് വർഗത്തിൽപ്പെട്ടൊരു ഓർക്കിഡും കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഒരു മണി പ്ലാന്റ്. ഇനിയും എനിക്ക് ധാരാളം ചെടികളുണ്ട്. അത് ഗാർഡൻ്റെ മറ്റൊരു ഭാഗത്താണ്. അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും.